ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തനിക്ക് നേരിട്ട മർദ്ദനം സ്റ്റാലിന്റെ റഷ്യയിലല്ല, നെഹ്റുവിന്റെ നേതൃത്വത്തിലുണ്ടായ കോൺഗ്രസ് ഭരണകാലത്തായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ പോലീസ് ക്രൂരമായി നേരിട്ടിരുന്നു. UDF കാലത്ത് തെറ്റ് ചെയ്ത പോലീസുകാർക്ക് പോലും സംരക്ഷണം നൽകിയിരുന്നു. ബോംബ് ഉപയോഗം അന്നുണ്ടായിരുന്നതായും മുഖ്യമന്ത്രി ആരോപിച്ചു. LDF കാലത്ത് തെറ്റുകൾക്കെതിരെ കർശന നടപടികൾ ഉണ്ടായെന്നും ജനമൈത്രി പ്രൊജക്ടിലൂടെ പോലീസിൽ മികച്ച മാറ്റമാണ് നടപ്പാക്കിയതെന്നും അദ്ദേഹം അറിയിച്ചു. തെറ്റ് ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കില്ലെന്നും ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഴിശ്ശേരിയിലെ സ്വകാര്യ ലോഡ്ജിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 50 ഗ്രാം MDMAയും ലഹരിക്കടത്തിന് ഉപയോഗിച്ച ഇലക്ട്രോണിക് ത്രാസും 27,000 രൂപയും കാറും പിടികൂടിയ സംഭവത്തിൽ ലഹരിക്കടത്ത് സംഘാംഗങ്ങളായ 4 പേരെ കൂടി കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ മമ്പ്രം പനമ്പായി ചാലിൽ ഷെഫീഖ്, മംഗലേലാട്ടു ബൈത്തുൽ ഹിദിയയിൽ മുഹമ്മദ് ബിലാൽ, ഓളായിക്കര പാച്ചപ്പോയ ഹസ്ന മൻസിൽ മുഹമ്മദ് ഫാസിൽ, കാസർഗോഡ് മഞ്ചേശ്വരം വേർക്കാടി കളിമഞ്ച ഹസൈനാർ എന്നിവരെയാണ് പുതിയതായി അറസ്റ്റ് ചെയ്തത്. ഇതുവരെ കേസിൽ 7 പേർ അറസ്റ്റിലായി. ജയിലിൽ നിന്ന് പരിചയപ്പെട്ട പ്രതികൾ ഖത്തറിലേക്ക് ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായത്. മദ്യപിച്ചതിനെ തുടർന്ന് ഭാര്യയുമായുണ്ടായ വഴക്കിൽ തമിഴ്നാട് കാഞ്ഞിരക്കോട് ഇനയൻവിള സ്വദേശി 55-കാരനായ ജസ്റ്റിൻ കുമാർ ഭാര്യ കസ്തൂരിയെ കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഇരുവരും നിരന്തരം വഴക്കിലായതിനാൽ മകൾ ബഹളം ശ്രദ്ധിച്ചിരുന്നില്ല. മകൻ എത്തിയപ്പോഴാണ് അമ്മയെ കിടക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ജസ്റ്റിനെ പോലീസ് റിമാൻഡ് ചെയ്തു. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര ശ്രദ്ധയിൽപ്പെടുന്നു. UN അപലപിച്ചെങ്കിലും അമേരിക്ക അംഗീകരിച്ചതോടെ അവരുടെ സൗഹൃദം വീണ്ടും തെളിഞ്ഞു. അറബ് രാജ്യങ്ങളുമായുള്ള കരാറുകളെ ഇത് ബാധിച്ചേക്കാം. ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പല ഹമാസ് നേതാക്കളെയും വധിച്ചിരുന്നു. ഹമാസ് നേതാക്കൾ പലപ്പോഴും ഖത്തറിലുമായിരുന്നു. വെടിനിർത്തൽ ചർച്ചകൾക്കും സുരക്ഷയ്ക്കും ഖത്തർ ഇടപെടുന്നുമുണ്ട്. അനധികൃത ബെറ്റിംഗ് ആപ്പ് കേസിൽ മുൻ ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗിനും റോബിൻ ഉത്തപ്പയ്ക്കും ED നോട്ടീസ് നൽകി. 1xBet പരസ്യങ്ങളിൽ അഭിനയിച്ച് കള്ളപ്പണം വെളുപ്പിക്കലിന് കൂട്ടുനിന്നുവെന്ന ആരോപണത്തിലാണ് ഇരുവരെയും ദില്ലി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഉത്തപ്പ 22-നും യുവരാജ് 23-നും ഹാജരാകണം. നേരത്തെ ശിഖർ ധവാൻ, സുരേഷ് റെയ്ന എന്നിവരെയും ED ചോദ്യം ചെയ്തിരുന്നു. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.